ഹായ് ഹലോ വെൽക്കം ടു ദ റോയൽ ഫുഡ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പേരയ്ക്ക കൊണ്ട് നമ്മുടെ പേരയ്ക്ക കൊണ്ട് ഒരു ഷേക്കാണ്. ഞാൻ ഇതുവരെ ഇത് പേരയ്ക്ക കൊണ്ട് ഷേക്ക് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. അപ്പോഴേക്കും നമ്മൾ ആദ്യമായിട്ട് ഇത് പേരയ്ക്ക കൊണ്ട് ഷേക്ക് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. എവിടെയെങ്കിലും ചിലപ്പോൾ ഉണ്ടാവും, പറയാൻ പറ്റത്തില്ല. എന്തായാലും ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല. അപ്പോൾ നമുക്കൊരു ഷേക്ക് ഉണ്ടാക്കാൻ നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് പേരയ്ക്കയുടെ ആദ്യം ഒരു പേരയ്ക്ക എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ ചെത്തി ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ, ഇതാണ് നമുക്കിതിനെ ചെറിയ ചെറിയ പീസായിട്ട് ആദ്യം കട്ട് ചെയ്തെടുക്കാം. ഇത് ഉള്ള് എന്നിട്ട് വെള്ള കളറായിട്ടുള്ള പേരയ്ക്കയാണ്. നല്ല മധുരമൊക്കെ ഉള്ള പേരയ്ക്കാണ്. നമുക്കിതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ പേരയ്ക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ മിക്സിയിലിട്ട് ആദ്യം ഇതിനെ ഒന്ന് പേസ്റ്റാക്കി എടുക്കുക, അരച്ച്. എന്നിട്ട് ബാക്കി സാധനങ്ങൾ ചേർക്കാം. ഓക്കെ, നമുക്കിതെല്ലാം ഈ മിക്സി ജാറിലോട്ടിട്ട് ആദ്യം ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇത്ര ഇട്ടിട്ടുണ്ട്. ഇതിനെ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം. ആദ്യം അത്യാവശ്യം പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ആവശ്യത്തിന് കപ്പലണ്ടി ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 3 പഴം ചേർക്കുന്നത് കുറച്ച് കട്ടി തോന്നിക്കാനാണ്. രണ്ടായിട്ട് ഉടച്ച് ഇട്ട് കൊടുക്കാം. പഴം ഒരു 4 പഴം ചേർക്കുകയാണ്. 4 പഴം. ഇനി ഇതിൽ ആവശ്യത്തിന് പഞ്ചസാര. ഇനി നമുക്കിതിനെ ആദ്യത്തെ പോലെ ആദ്യം ഒന്ന് അരച്ച് സെറ്റാക്കാം. നല്ല ക്രീം പോലെ ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഈ പാലിനെ ഇതിലോട്ട് പൊട്ടിച്ച് ഒഴിക്കാം. അത് ചെറുതായിട്ടൊന്ന് ഉടയാനുണ്ട്. കൈ കൊണ്ട് പൊട്ടുന്നതാണെങ്കിൽ കൈ കൊണ്ട് ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരു പാല് ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇതിനെ നന്നായിട്ട് നല്ല രീതിയിൽ അടിച്ചെടുക്കാം. ഒന്ന് ഇളക്കി നോക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പഞ്ചസാര കട്ടിയായിട്ടുണ്ടാവും. നോക്കിയിട്ട് ഒന്നുകൂടെ നമുക്ക് അടിച്ചെടുക്കാം. നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ജഗ്ഗിലോട്ട് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. ഓ, അതിൻ്റെ തിക്നെസ് എന്താ, കട്ടി സെറ്റ്. സെറ്റ് ഇതാ. അപ്പോൾ നമ്മുടെ പേരയ്ക്ക ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അത് കുടിച്ച് നോക്കണ ഒരു ഇതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് കുടിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. സംഭവം സൂപ്പർ തന്നെയാണ്. പക്ഷെ പേരയ്ക്ക ഭയങ്കര ഫ്ലേവറില്ല. പക്ഷെ അതിൻ്റെ ആ കുരു കടിക്കാൻ കറക്റ്റായി കിട്ടണുണ്ട്. ഓരോ കുറച്ച് കഴിക്കുമ്പോഴേക്കും ആ കുരുവും കപ്പലണ്ടിയിലും കറക്റ്റായി കിട്ടുന്നുണ്ട്. പിന്നെ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളൊന്ന് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കിയത്. പിന്നെ ഇതിപ്പം നല്ല പഴുത്ത പേരയ്ക്കല്ല, ചെറിയൊരു ഇതുണ്ട്, പഴുക്കാൻ കൂടെ കുറച്ചുകൂടെ ഉണ്ട്. നല്ല പഴുത്ത പേരയ്ക്ക വീട്ടിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അത് വെച്ചുണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ സൂപ്പറായിരിക്കും. അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. മറ്റൊരു വീഡിയോയിൽ ഞാൻ വരും. ഞാൻ നിജു. ഗുഡ് ബൈ.